പോവാറായിട്ടില്ല, അലർജി ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ ചുവപ്പറിയാൻ പറ്റും, ഒരു ചൊറിച്ചിലൊക്കെ ഫീൽ ചെയ്യും, ഇവർക്കൊരു പുകച്ചിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇത് ഫീലൊന്നുമില്ല, നോർമൽ സ്കിന്നാണ്, ഇതിന് അലർജി ഇല്ല. അപ്പോൾ നമ്മൾ ഇതിനെ വീണ്ടും ഇങ്ങോട്ട് തന്നെ വെക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഹെയർ ഇതിങ്ങനെ വെക്കുമ്പോൾ ഹെയർ ഇളകുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇത് വെച്ചതിനെ ഇങ്ങനെ തുടച്ച് മാറ്റിയതിന് ശേഷം ഒരു ക്രീം വെച്ചിട്ട് ഹെയർ റിമൂവ് ചെയ്യുന്ന വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പം നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു കയ്യിൽ ചെറിയൊരു ഭാഗം അപ്ലൈ ചെയ്ത് വെച്ചു. ആദ്യം ക്ലെൻസിങ് മിൽക്ക് ഇട്ട് ഇത് ചെയ്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഒരു 3 മിനിറ്റിനുള്ളിൽ അറിയാൻ പറ്റും എന്തെങ്കിലും അലർജി ഉണ്ടോയെന്ന്. അത് കഴിയുമ്പോൾ നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യുന്നത്ര സമയത്തിന് ഈ ട്യൂബ് അടച്ച് സൂക്ഷിക്കണം, ഒന്നും നമ്മൾ തുറന്ന് വെക്കരുത്. ഇനി നമുക്ക് 3 മിനിറ്റ് കഴിഞ്ഞ് ബാക്കി കാര്യം. ആദ്യം നമുക്ക് ഇതിലെ ക്ലെൻസിങ് മിൽക്ക് കഞ്ഞിയിലോട്ട് എടുത്തു. ഇപ്പം നമ്മുടെ ഇതൊന്ന് ക്ലീൻ ചെയ്യുന്നു. ആദ്യം ഇത് ടെസ്റ്റ് ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ച് ഭാഗം മാത്രം ക്ലീൻ ചെയ്തെടുക്കുക. എന്തിടുമ്പോഴും നമുക്ക് ആദ്യം ഒരു ടെസ്റ്റിങ് നല്ലതാണ്. ക്രീം ഇപ്പം തക്കാളി ട്യൂബിൽ നിന്ന് ഇങ്ങനെ എടുക്കുക, ഒരു ഇത്രം വെച്ചു. ഇത് വെച്ച് വേണം നമ്മൾ ഇതിങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിക്കാനായിട്ട്. ഇതാണ് ടെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇനി നമുക്കൊരു 3 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ടെസ്റ്റിൽ ഇവർക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ബാക്കി ബോഡിയിൽ ഇത് അപ്ലൈ ചെയ്യാവും. 3 മിനിറ്റ് ഏകദേശം ഇപ്പം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ മാറ്റി നോക്കുക. ഇപ്പോൾ ഹെയർ പോവാറായിട്ടില്ല, അലർജി ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ ചുവപ്പറിയാൻ പറ്റും, ഒരു ചൊറിച്ചിലൊക്കെ ഫീൽ ചെയ്യും, ഇവർക്കൊരു പുകച്ചിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇത് ഫീലൊന്നുമില്ല, നോർമൽ സ്കിന്നാണ്, ഇതിന് അലർജി ഇല്ല. അപ്പോൾ നമ്മൾ ഇതിനെ വീണ്ടും ഇങ്ങോട്ട് തന്നെ വെക്കുക. വെച്ചിട്ട് ബാക്കി സ്കിൻ ഫുള്ള് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം. വീണ്ടും ട്യൂബ് എടുക്കുക. അപ്പോൾ ട്യൂബ് എപ്പോഴും എടുക്കുമ്പോഴും നമ്മൾ ഓരോ ഭാഗം കഴിയുമ്പോൾ അടച്ച് തന്നെ സൂക്ഷിക്കണം. അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗത്ത് ചെറിയ ഡോട്ടിട്ട് വെക്കുക. വേണ്ടത്ര ഭാഗത്ത് നമ്മൾ ഡോട്ടിട്ടു. ഇത് അടയ്ക്കുക. അടച്ചതിന് ശേഷം ഈ സംഭവം വെച്ച് ഇതിങ്ങനെ പറ്റിച്ച് വെക്കുക. ഇപ്പോൾ മുട്ടിൻ്റെ താഴോട്ടാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തേച്ച് കൊടുക്കുക. ഇപ്പോൾ പറ്റാത്തടത്തുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ ക്രീം ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇടം വരാത്ത രീതിയിൽ ഫുള്ള് അപ്ലൈ ചെയ്ത് വിടുക. 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം. നമ്മളിങ്ങനെ ഈ ഭാഗത്ത് ഇതിങ്ങനെ എടുത്തു. എന്നിട്ട് ഇത് വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കുക. ഹെയർ ഇത് കണ്ടോ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഹെയർ ഇതിങ്ങനെ വെക്കുമ്പോൾ ഹെയർ ഇളകുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇത് വെച്ചതിനെ ഇങ്ങനെ തുടച്ച് മാറ്റിയതിന് ശേഷം നമുക്കൊരു ഉണങ്ങിയ തുണി വെച്ച് തുടയ്ക്കണം. എന്നിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ബാക്കി കാര്യങ്ങളോട് ചെയ്യുമ്പോഴാണ് അലർജിയുടെ ഇല്ലാതെ സ്കിൻ നല്ല കറക്റ്റായിട്ട് വരുന്നത്. നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. നമ്മളതിൻ്റെ ക്രീം കുറച്ച് തൂത്ത് കളഞ്ഞു. ഇനിയിപ്പോൾ നമ്മളൊരു തുണി വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ, തുണി തീരെ നൈസ് തുണിയായിരിക്കണം, ഇങ്ങനെ തൂത്ത് കളയാം. അപ്പോൾ കൈയൊക്കെ പിടിക്കുന്നത് ശ്രദ്ധിച്ച് പിടിക്കുക. അപ്പോൾ തൂത്ത് കളയുമ്പോൾ കണ്ടോ നമ്മുടെ ഹെയർ ഫുൾ അങ്ങ് പോയിട്ടുണ്ട്. ഇങ്ങനെ തൂത്തിട്ട് ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് പിന്നെ മിച്ചം ഉണ്ടെങ്കിൽ നമ്മളതിനെ ത്രെഡ് ചെയ്ത് കളയണം. ചില ഹെയറിന് ഇച്ചിരി കട്ടി കൂടുതലുണ്ടാവും, അങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ കൈ ഒന്നിങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്യണം. അപ്പം നമുക്ക് ഇത് നന്നായിട്ട് വാഷ് ചെയ്തു, നന്നായിട്ട് വാഷ് ചെയ്തു. എന്നിട്ട് ഇതിൽ ശരിക്കും ഇതിൻ്റെ ക്രീം പോയോ എന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുക. ഇപ്പം നമുക്ക് തെറ്റിപ്പോകുന്നില്ല, അതുകൊണ്ട് ക്രീം പോയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ആ ക്രീം നന്നായിട്ട് പോയോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം കൈ നന്നായിട്ടൊന്ന് തുടയ്ക്കുക. 2 കൈയും തുടയ്ക്കുക. അതിന് ശേഷം കുറച്ച് പൗഡർ കയ്യിലിടുക. അപ്പോൾ നമ്മളൊന്ന് തുടച്ചതിന് ശേഷം ഇച്ചിരി പൗഡർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ ഏരിയ ഉണ്ട് നമ്മുടെ കയ്യിൽ തന്നെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കൊടുക്കുക 2 കൈയിലും. അപ്പോൾ ആ വെള്ളമയം ഒന്ന് പോവാനായിട്ടാണ്. അപ്പോൾ കുറച്ച് ഹെയറൊക്കെ പോവാൻ നിൽപ്പുണ്ടാവും. അതിന് നമുക്ക് ത്രെഡിങ് നൂല് വെച്ച് എടുത്ത് കളയാം. കണ്ടോ ഈ കയ്യിൽ ഇവിടെ ഇരിപ്പുണ്ട് ഹെയർ. അപ്പോൾ ചില ഹെയർ മാത്രം പോകാത്ത നമുക്കിത് ത്രെഡിങ് നൂല് വെച്ചൊന്ന് എടുത്ത് കളയണം. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ ഹെയർ ഉണ്ടെന്ന് നോക്കിയിട്ട് അവിടെ ഇങ്ങനെ കൈ മൊത്തം ഒന്ന് ഓടിക്കുക. പൊടി. അപ്പോൾ അതിനെ ഇങ്ങനെ മൊത്തം ഒന്ന് ഹെയർ ഓടിച്ചു. ചിലപ്പോൾ നല്ല ക്ലീൻ ആവും, അങ്ങനെയാണെങ്കിൽ വേണ്ട. അപ്പം നമ്മളത് മൊത്തം ക്ലീൻ ചെയ്തു. ഇനി പായ്ക്ക് ഇട്ട് കൊടുക്കും. നമ്മൾ പായ്ക്ക് ഈ സമയത്ത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പായ്ക്ക് നമുക്ക് ബ്രഷ് ഇല്ലെന്നുണ്ടെങ്കിൽ ബ്ലീച്ച് ചെയ്യുന്ന ആ സംഭവം കൊണ്ട് ഇടാം. ബ്രഷാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതിൽ എല്ലാം തൂത്ത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ ഇതിനൊരു ലൈറ്റായിട്ടുള്ള മാസ്ക് മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഫേഷ്യലിൻ്റെ പോലെ ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ ഇത് എന്തെങ്കിലും പിന്നീട് ഒരു അലർജിയോ കാര്യങ്ങളോ സ്കിന്നിന് വരാതിരിക്കാനാണ് നമ്മൾ ഈ പായ്ക്ക് കൂടെ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത്. പായ്ക്ക് ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്ക് 2 കൈയിലും ഒരുപോലെ തന്നെ വേണം എല്ലാ കാര്യങ്ങളും അപ്ലൈ ചെയ്യാൻ. അപ്പുറത്തെ കൈ അപ്പോൾ എല്ലാവരും ഓർക്ക് ലൈറ്റായിട്ടുള്ള മസാജ് പായ്ക്ക് ഇട്ട് കൊടുത്താൽ മതി. ഹെയർ എടുക്കുമ്പോൾ സ്കിന്നിന് ഒരു ചൂടുണ്ടാവും. ആ ചൂട് മാറി അത് നോർമൽ ഭാഗയിലോട്ട് ആവാനായിട്ടാണ് നമ്മൾ പായ്ക്ക് ഇട്ട് കൊടുക്കണം. കൈ തിരിച്ചിങ്ങനെ പിടിച്ചിട്ട് അകത്തും ഇട്ട് കൊടുക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഈ പായ്ക്ക് റിമൂവ് ചെയ്തിട്ട് മസാജിങ് ക്രീം വെച്ച് ചെറിയൊരു മസാജിങ് കൊടുക്കും. ഇത് ഒരുപാട് ഡ്രൈ ആവേണ്ട കാര്യമില്ല. ഇത് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തം പോവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കഴുകി കളയാനായിട്ട് നോക്കും. അപ്പുറത്ത് കൈ കൊടുക്കും. അപ്പോൾ 2 പ്രാവശ്യം കുറഞ്ഞത് കഴുകിയിരിക്കണം. തണുപ്പ് പോകാതെ തന്നെ നമുക്കൊന്ന് മസാജ് കൂടെ ചെയ്ത് കൊടുക്കാം. മസാജിങ് ക്രീം എടുക്കുക. ഇതൊരു ലൈറ്റായിട്ട് മതി. 2 കയ്യിലും കൂടെ ഇങ്ങനെ പറ്റിച്ചു, ചെറിയ തണുപ്പോട് കൂടി തന്നെ. അപ്പോൾ കൈ ഉണങ്ങിപ്പോകാൻ നോക്കുക. ഒന്നൊന്ന് ഫുള്ള് മസാജ് കൊടുക്കുക. നമ്മുടെ കൈ ഫുള്ള് ഇങ്ങനെ പിടിച്ച് മസാജ് ഇങ്ങനെ മുകളിലോട്ട് കൊടുക്കുക. ഇങ്ങനെ തിരുമ്മി നമ്മുടെ മുകളിലോട്ട് വേണം ഈ മസാജ് ചെയ്യാൻ. അവസാനം കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞും കൂടെ വിടുക. പക്ഷെ അവരിത്ര നേരം ഇരുന്നതിൻ്റെ ഒരു റിലാക്സ് മാറാൻ. അപ്പോൾ ഇപ്പം നമ്മൾ ഹെയറൊക്കെ പോയി കൈ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അലർജി ഇല്ലാതെ ഹെയർ കയ്യിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്. ഇത് ബോഡി ഫുള്ള് നമുക്കിങ്ങനെ റിമൂവ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.